വണ്ടി നല്ല ചൂടാ ഗൈസ്. അതെന്റെതല്ലേ? ഒരു കെട്ട കോഴിമുട്ട എന്റെ പൊന്നെ ഗൈസ്. അങ്ങനെ കൊറേ കാലത്തിന് ശേഷം നമ്മൾ ഡ്യൂഡിനെ പ്രാങ്ക് ചെയ്യാൻ പോവാണ് ഗൈസ്. അപ്പൊ ഈ പ്രാങ്ക് നമ്മൾ ഡ്യൂഡിന്റെ ഒരു പുതിയ കിട്ടിക്കാഴ്ച ഷൂ ആയിട്ടുണ്ട്. സോ അതിലാണ് നമ്മൾ പ്രാങ്ക് സെറ്റ് ആക്കുന്നത്. ബൈ മാമീസ് റൂം. എന്റെ മോനെ എന്റെ ഷൂ മാറ്റി വെച്ചിട്ട് കുരുട്ടിന്റെ ഷൂ വെച്ചിട്ട് നമ്മളിത് ചെയ്യാൻ പോണ ഒരു കെട്ട കോഴിമുട്ട എടുത്തിട്ട് ഇതിനുള്ളിൽ പൊട്ടിച്ചൊഴിക്കും ഗൈസ്. അടിപൊളിയായിരിക്കും. ഇത് നമ്മൾ പ്ലാൻ എന്ന് വെച്ചാൽ ഞാൻ കുഞ്ഞിനോട് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ജസ്റ്റ് പുറത്തേക്ക് പോവുക, കുറച്ചൊരു ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അവൾ വരുമ്പം പറയും ജസ്റ്റ് കളർഫുൾ ഏതെങ്കിലും ഡ്രസ്സോ ഷൂ ഒക്കെ ഇട്ടോ. സോ അവൾ എന്തായാലും പിസ്തപ്പച്ച സാധനം സെലക്ട് ചെയ്യും. അങ്ങനെ ഇത് അവൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇടുമ്പോൾ നമ്മളിത് ഓൾറെഡി കോഴിമുട്ടിയും കാര്യങ്ങളും സെറ്റ് ചെയ്യണം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കാലാണ്ട് ഇടുമ്പോൾ സാറേ നല്ല വൈബായിരിക്കും. അല്ല കെട്ട സ്മെല്ലും ഉണ്ട്, നല്ല വൈബായിരിക്കും. എനിവേ ഇത് ഇഷ്ടപ്പെടുകയാണ് നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുക. ഓക്കെ, ചെറിയൊരു ചേഞ്ച് ഉണ്ട്. ഞാൻ ഷൂ ചെറുത് മാറ്റി ഇത് പുറത്തുള്ള ഷൂ ആണ്. ഇതായിരിക്കും അവൾ ഇടുക, മറ്റേത് ഇവിടെ വെച്ചതാണ്. അപ്പൊ ഇടാൻ ചാൻസ് ഇല്ല. അപ്പൊ ഇത് തന്നെ സെറ്റ് ആക്കാം. ചെറുതായിട്ടൊന്ന് ചീറ്റിപ്പോയി. വീട്ടിൽ എഗ് ഇല്ല. ഹോളി സ്ക്രാപ്പ്. സോ ഞാൻ സ്വിഗ്ഗിയിൽ പെട്ടെന്ന് കുറച്ച് എഗ് ഡൗൺലോഡ് ചെയ്ത് ഓർഡർ ചെയ്യട്ടെ. ഞാൻ ഓർഡർ ചെയ്തു, പക്ഷെ 29 മിനിറ്റ് കാണിക്കുന്നു. സോ അതുവരെ പോസ്റ്റ്. അത് വരുമ്പോഴത്തേക്കും നമ്മുടെ ഡ്യൂട്ടി മാറ്റുമെന്ന് നോക്കുക. കുറെ നേരം പറഞ്ഞിട്ട് പിസ്തപ്പ കളർഫുൾ എന്ന് പറഞ്ഞപ്പോ ഇത്രയും കളർഫുൾ ആണ് പ്രതീക്ഷിച്ചിട്ട്. അല്ല ഇങ്ങോട്ട് അതെന്റതല്ലേ നീ കൊള്ളാലടി കുരുട്ടെ. ഇവിടെ വന്നപ്പോഴാണ് ഓർമ്മ, നാളെ ഞങ്ങളൊരു കിടക്കാച്ചി ക്യാമറ ഉണ്ട്. കുറെ കാലം ഈ ക്യാമറ യൂസ് ചെയ്യുന്നത്, അറൗണ്ട് 4-5 വർഷമായി. സോ അറൗണ്ട് ഒരു 2, 2.5, 3 എനിക്ക് തോന്നുന്നു ലെൻസും ചിലപ്പോൾ എക്സ്ട്രാ ഒക്കെ എടുക്കാൻ മതി. അറൗണ്ട് ഒരു 3 ലക്ഷത്തിന്റെ ഒക്കെ ഒരു ക്യാമറ ആണ്. സോ ഏത് ക്യാമറ ആണ്, ഏത് ബ്രാൻഡ് ക്യാമറ ആണെന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗസ് ചെയ്യാം. കാരണം കുറച്ച് ക്യാമറ ബ്രാൻഡുള്ളൂ. സോ ജസ്റ്റ് താഴത്ത് കമന്റ് ചെയ്യാം. ഈ ക്യാമറ കൊടുക്കുന്നില്ല, ഈ ക്യാമറ ഡ്യൂട്ടിക്ക്. ഓക്കെ, സോ ബ്രാൻഡ് ജസ്റ്റ് കമന്റ് ചെയ്യും. യെസ്, നമ്മളുടെ സ്വിഗ്ഗിക്കാരൻ ഇതാ വന്നു കഴിഞ്ഞു. താങ്ക് യു. ഏതായാലും ഓർഡർ ചെയ്യില്ല. സോ ഞാൻ അതാക്കണ ലേസും വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ആ പൈസക്ക് മുതലാക്കാം, ഓർഡറിന്റെ പൈസ മുതലാക്കാമല്ലോ. സോ ഇതാണ് നമ്മളുടെ എഗ്. കേസ് ഒരു എഗ് പൊട്ടിട്ടുണ്ട്, കണ്ടില്ലേ? ഇതിപ്പോ പൊട്ടിയൊക്കെ ഞാൻ ജസ്റ്റ് പോയി ഗ്ലാസ്സിലാക്കട്ടെ. മൊത്തമായിട്ട് ആ പേപ്പർമലൊക്കെ ആയി മൊത്തം അലമ്പായിട്ടുണ്ട്. സോ ഞാൻ ഗ്ലാസ്സിലാക്കിയിട്ട് ഗ്ലാസ് നമുക്ക് ഷൂയിലേക്ക് പോയി. ഇത് നമുക്ക് ആദ്യം ഇതിന്റെ ലേസൊക്കെ ഒന്ന് ലൂസാക്കി സെറ്റാക്കി വെക്കാം. അതുകൊണ്ട് പെട്ടെന്ന് ഇട്ടോളൂ. അല്ലെങ്കിൽ ഇതൊക്കെ ആക്കുന്ന ഇടയിൽ ചിലപ്പം അത് കോഴിമുട്ട കാണാനുള്ള ചാൻസ് വളരെ ഹൈ ആണ്. സോ എല്ലാം സെറ്റാക്കി വെക്കാം. നമുക്ക് ഒഴിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് ഒഴിക്കിട്ടും. ഞാൻ ലൊക്കേഷൻ മാറ്റുന്ന വേറൊന്നും കൊണ്ടല്ല, ഡ്യൂട്ടി മുകളിലോട്ട് പോകുമ്പോൾ ഞാൻ താഴോട്ട് വരുമ്പോൾ മുകളിലോട്ട് വരും. അങ്ങനെ മെല്ലെ ഷൂട്ട് ചെയ്യുന്നു. സോ ഇതാക്കണ കോഴിമുട്ട ഇവിടെ എത്തിയിട്ടുണ്ട്. സോ ഇതിങ്ങനെ പൊട്ടിക്കുക, ഇതിലേക്ക് ഒഴിക്കുക. അതായത് നമ്മളത്. പക്ഷെ വെറുതെ ഒരു കോഴിമുട്ട വേസ്റ്റ് ആക്കണ്ട. ഓൾറെഡി ആ പേപ്പറിലൊക്കെ ആയിട്ടുള്ള കോഴിമുട്ട ഞാൻ ജസ്റ്റ് ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതാകുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഒഴിക്കുകയും ചെയ്യാമല്ലോ. സോ എൻ്റെ ആദ്യത്തെ ഒരു സംഭവം കെട്ടമുട്ട ഞാൻ കണ്ടുവച്ചിട്ട് അത് നമ്മൾ കളഞ്ഞു പോയി. കെട്ടമുട്ടാണ് ജസ്റ്റ് ഇങ്ങനെ പൊട്ടിച്ചില്ല, ഇങ്ങനെ പാരായിരുന്നു. ഇതൊക്കെ ഒഴിക്കായിരുന്നു. പക്ഷെ ഇനി തൊമ്പത്ത് വെക്കാം. ഈ ഗ്ലാസ് ആകുമ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, കറക്റ്റ് അതിൽ വായിക്കോളും. അപ്പം അതിൻ്റെ ഉള്ളിൽ നിന്ന് വടിച്ച് ഇത്രേ കിട്ടുള്ളൂ കേട്ടോ. കുഴപ്പമില്ല, ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞ മാതിരി. സോ നമുക്ക് ഇതിലേക്ക് ഒഴിക്കുക. സോ റെഡി, 1, 2 and 3. പച്ച ബൊട്ടയാണ് ഗൈസ്, പച്ച ബൊട്ട. ഒഴിക്കുന്ന കാണുമ്പോൾ തന്നെ എന്തോ പോലെ. ഫൈനലി ഞാൻ ഇതാക്കുന്ന ഷൂ നേരെ ഇവിടെ കൊണ്ടുവെക്കട്ടോ. സോ യെസ്, പെർഫെക്റ്റ്. എന്റെ പൊന്നെ വെട്ടിത്തിളങ്ങുന്നത്. ഇവളുടെ ടീഷർട്ടും ഇതേ കളറാണ്. ഇനി നമുക്ക് പോവാം ഗൈസ്. എന്റെ പൊന്നെ, അത് പിന്നെ ലോക്കായോ? വണ്ടി നിറച്ച് മണ്ണാട്ടോ. ഒന്നും ശ്രദ്ധിക്കരുത് പ്ലീസ്. വണ്ടി നല്ല ചൂടാ ഗൈസ്. ഞാൻ പുറത്തുനിന്ന് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പ്ലാൻ എന്താ വെച്ചാല്, ഈ സാധനം ഒന്ന് പറിച്ച് ഒഴിവാക്കണം, ആ ഷീൽഡ്. പ്ലാൻ എന്താ വെച്ചാല് അവളെ വിളിക്കും, എന്താ പറയാ, എന്നിട്ട് ഞാൻ വണ്ടി ജസ്റ്റ് ബാക്കോട്ട് ഇറക്കും. എന്നിട്ട് പോകാൻ വേണ്ടി വിളിക്കുമ്പോൾ അവൾ ഇറങ്ങി വരില്ല. നമ്മൾ സാധാരണ കുറെ വീഡിയോ അങ്ങനെ ചെയ്യാറുണ്ട്, അവൾ ഇറങ്ങി വരുന്ന ഷോട്ട് എടുക്കാറ്. സോ അതേമാതിരി ഞാൻ ക്യാമറ ഒക്കെ ഓണാക്കി, ക്യാമറന്റെ കയ്യിൽ തന്നെ ഉണ്ടാവും, ക്യാമറ ഒക്കെ ഓണാക്കി കാഷ്വലായിട്ട് വാ എന്ന് വിളിക്കും. സോ അപ്പോൾ അവൾ അതിട്ട് ഞാൻ ഓവർ ബാക്കോട്ട് എടുക്കില്ല, വണ്ടി ജസ്റ്റ് സ്റ്റെപ്പിൻ്റെതായിട്ട് ഇറക്കി വെക്കുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് സൂം ആക്കാൻ കഴിയില്ലല്ലോ നമ്മൾ ലെൻസ്. സോ ഒരു ഏകദേശം ഒരു ക്ലാരിറ്റി കിട്ടും, നമുക്ക് നോക്കാം. സോ റിവേഴ്സിൽ പോവാം. കമൺ കുറച്ച് മാത്രം നമുക്ക് ഇറക്കിയാൽ മതി. നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്യാം. കാണും നമുക്ക് ഒന്ന് സൂം ആക്കിയാൽ മതി. ഇത് കറക്റ്റ് അല്ലേ?
ഇത് കറക്റ്റാ ഗൈസ്. ഈ സൂമിൽ നമുക്ക് എടുക്കുന്നത് 4K 25 ഓടുന്നത്, 24 സോ അതിനും കുഴപ്പമില്ല. ഇനി നമുക്ക് ഹോൺ അടിച്ച് വെറുപ്പിക്കാം. കുഞ്ഞു വാ, പോണോ, സമയമില്ല, വേവാ. ഡ്യൂഡി ശിവ അവിടെ എന്റെ പോലെ ഇത് പുളിക്ക് കറക്റ്റ്. ഡ്യൂഡി വാട്സപ്പറായി പറയേ. ആടി നീ എന്ത് ഭയങ്കര വെളിച്ചം കുഞ്ഞോളെ. ഈ ചൂടത്ത് ഇത് ഇടണ്ടില്ലായിരുന്നിട്ടാ, ഓവർ വെളിച്ചായി പോയി. ഓ ഡ്യൂഡിയും ഷൂ മാച്ചിങ്. എന്നെ കിട്ടുന്നില്ല കുഞ്ഞുമോളെ. ഇത് കുറച്ച് ഡാർക്ക് ആയി പോയി, എന്നെ തീരെ കിട്ടുന്നില്ല. നമുക്ക് വേറെ ഡ്രസ്സ് ഇടായിരുന്നിട്ട് ഈ ഡ്രസ്സ് ഒന്നായിട്ട് ഭയങ്കര പോപ്പായി കിടക്കുന്നേ. അതെ, ഭയങ്കരമായിട്ട് ഹൈലൈറ്റഡ് ആയി കിടക്കണേ. എന്നാ പിന്നെ രാത്രി പോകുമ്പോ ഇട്ടാ പോരായിരുന്നു, എന്തിനെ പെട്ടത് കുരുട്ടെ. എന്നാലും കറക്റ്റ് മാച്ചിങ് സാധനട്ടാ. ഡ്യൂഡി തിളാങ്കുന്നു കറ്റാറുവായ. നീ ആ ചെടിന്റെ ഉള്ളിൽ ഇരിക്കുന്ന കാണാൻ നല്ല ഭംഗിയുണ്ട്. ചുറ്റും പച്ച, നീയും പച്ച. പുള്ളി എങ്ങനെ പുകഴ്ത്തുന്നുണ്ടെന്ന് തോന്നരുത് കുഞ്ഞു. വേഗം വാ, നീ വരുന്ന ഒരു ഷോട്ട് എടുക്കാനാ കുഞ്ഞാളൊന്ന് വേഗം വാടോ. എത്ര നേരെ വെയിറ്റ് ചെയ്യുന്നേ, ഒന്ന് വേഗം വാ മോളെ. പോയിട്ട് പരിപാടി ഉണ്ട്. എത്ര നേരം ഇവിടെ വെയിറ്റ് ചെയ്യുന്നേ. വണ്ടി ചൂടായിട്ടാ, പേസിട്ടില്ല കോപ്പ്. എന്റെ പൊന്നോ അയ്യേ. ഡ്യൂഡി എന്താടി എന്തിട്ട്? ഞാനൊന്നും ചെയ്തില്ല. എന്ത് കേക്കല എന്നോട് പറഞ്ഞ ഷൂ തൊട്ട് ഇതിപ്പോ നീ രണ്ടാമത്തെ വട്ടോട്ട് എന്റെ ഷൂ ഇങ്ങനെ ഷൂ ഞെട്ടിൽ ഇത് ഇട്ടില്ല. ഇത് നീ ഒരു വട്ടം ഈ ഷൂ ഇട്ടിട്ടുണ്ടോ കുഞ്ഞോളെ? മറ്റേ എനിക്ക് എന്ത്, പക്ഷെ ഇത് കോഴിമുട്ടാക്കി. പക്ഷെ നീ ഓവറ് കാൽമൽ നിറച്ചുമായിരുന്നു, ഞാൻ കണ്ടില്ലടാ. എന്റെ ലെൻസ് നിന്റെ ഷൂല് നീ എന്തിനാക്കിയത്? പക്ഷെ നല്ല ഭംഗിയില്ലായിരുന്നു, ഭയങ്കര. ഞാൻ പറഞ്ഞതാണ് മേത്താക്കരുത്, ഞാനത് കാൽമ മാത്രം ആക്കിയിട്ടുള്ളൂ. നല്ല ഷൂ ആയിരുന്നില്ല കുഞ്ഞു? അതാ കലിപ്പിരിയോടി ഇതാ പോകുന്നു, കലിപ്പിരിയോടി ഇതാ കയറുന്നു, കലിപ്പിരിയോടി ഇതാ പോകുന്നു, കലിപ്പിരിയോടി ഇതാ കയറുന്നു. മമ്മിയോട് പറഞ്ഞെടുക്കാനാ? എന്താ കുഞ്ഞോളെ, മമ്മിയോട് പറഞ്ഞെടുക്കാനാ? ഹലോ വേണ്ട ഇല്ല, വേണ്ട അത് വേണ്ട. അത് എന്റെ എക്സ്പെൻസീവ് ഷൂ, അത് എക്സ്പെൻസീവ് ഷൂ. കുഞ്ഞു എക്സ്പെൻസീവ് കുഞ്ഞോളെ ഞാനോട് പറയുന്നുണ്ട് ഷൂമില് ഒന്നാക്കി കളിക്കരുത്. പ്ലീസ് ഡോണ്ട് ഡു ദാറ്റ് പ്ലീസ്. കൊണ്ടയാളെ നിന്റെ ഷൂ പോയി, പിന്നെ എന്തിനാ എന്റെ ഷൂ ആക്കുന്നേ? കൊണ്ട ഞാൻ ക്യാമറ ഓഫാക്കി എന്റെ സ്വഭാവം മാറും. കുരുട്ടെ പട്ടി. നമുക്ക് പിന്നെ ഒരു ഉളുപ്പില്ല, അതുകൊണ്ട് നമുക്ക് പോയെടുക്കാം, കുഴപ്പമില്ല. മറ്റേത് അവൾക്ക് ഇഷ്ടപ്പെട്ട ഷൂ ആയതുകൊണ്ട് അവൾ എറിഞ്ഞില്ല, കുഴപ്പമില്ല. ആ കുരുട്ടിന്റെ മുമ്പ് ജസ്റ്റ് മിസ് കേസ്, അല്ലെങ്കിൽ ആ ഫോൺ എടുത്ത് ഞാൻ ഒളിപ്പിച്ച് വെച്ചാനെ. എനിക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. പക്ഷെ വിചാരിച്ച അത്രയും ഒരു സാധനം വന്നില്ല. അത് കോഴിമുട്ടായതുകൊണ്ട് എനിക്ക് തോന്നുന്നത് അത് കഴുകി യൂസ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടാവും. നമുക്ക് വേറെ എന്തെങ്കിലും എക്സ്ട്രീം ലെവലിലാക്കാനായിരുന്നു കേസ്. നിങ്ങൾക്ക് എന്തെങ്കിലും താല്പര്യം, എന്തെങ്കിലും ഷൂണ്ടിലാക്കാൻ നിങ്ങൾക്ക് ഐഡിയ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇതായി കമന്റ് ചെയ്യുക. കോഴിമുട്ടല്ലാണ്ട് വേറെ എന്താക്കാമായിരുന്നു കേസ്, ജസ്റ്റ് കമന്റ് ചെയ്യുക. എന്നെ ഇഷ്ടമുള്ള ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക് ബൈ.